നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു വിഷുക്കട്ട ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലാണിത്. 2 കപ്പ് രണ്ടാം പാൽ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടാം പാലൊന്ന് ചൂടായി വരട്ടെ. ഇത് ചൂടായി വന്നപ്പോഴത്തേക്ക് 1.5 കപ്പ് ഉണക്കനെല്ലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഉണക്കനെല്ലരി കഴുകി വൃത്തിയാക്കി നമുക്കിനി ഈ രണ്ടാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്ത് കൊടുത്തു. നമ്മൾ ചേർത്തിട്ടുള്ള രണ്ടാം പാലൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ടാം പാൽ 2 കപ്പ് കണക്ക് പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ അരിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ആ രണ്ടാം പാലിൻ്റെ കണക്ക്. അപ്പോൾ ഈ അരിക്ക് നല്ലതുപോലെ വേവുള്ള അരിയായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാം പാൽ 2 കപ്പ് ഒഴിച്ച പാല് വറ്റി വന്നപ്പോഴത്തേക്ക് അരി ശരിക്ക് വെന്തിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ 1.5 കപ്പ് രണ്ടാം പാൽ കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടാം പാൽ പിന്നീടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1.5 കപ്പ് രണ്ടാം പാൽ കൂടി രണ്ടാമത് ചേർത്ത് കൊടുത്തു. അപ്പം ടോട്ടൽ 3.5 കപ്പ് രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1.5 കപ്പ് അരിയിലേക്ക് 3.5 കപ്പ് രണ്ടാം പാൽ. ഇപ്പോൾ അതേ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം. ഇത് 2 കപ്പുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഈ ഒന്നാം പാൽ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കുറുകിയ ഒന്നാം പാൽ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നല്ല കട്ടിയുള്ള ഒന്നാം പാൽ തന്നെയാണ്. അപ്പോൾ 2 കപ്പെന്ന് പറയുമ്പോൾ നല്ല കുറുകിയിട്ടുള്ളതാണെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ വരുള്ളൂ കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തേങ്ങാപ്പാലൊക്കെ ഇതിൽ പിടിച്ച് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ അരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ഇടയ്ക്ക് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നമ്മളിങ്ങനെ തുറന്ന് തന്നെ വെച്ചത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ അരി ഒന്നുകൂടെ ഒരു കട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. അതെന്താ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും തുറന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ ചേർത്ത ഒന്നാം പാലൊക്കെ നന്നായിട്ട് വറ്റി ചോറിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ദേ നന്നായിട്ട് ഇതൊന്നും വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ ആവശ്യത്തിന് നല്ല വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല. നമുക്കൊന്ന് കടിക്കണം. വിഷുക്കട്ട കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാനായിട്ട് ഉണ്ടാകണം ചോറ്. ദേ ഇപ്പം നല്ലതുപോലെയൊക്കെ റെഡിയായി നമ്മുടെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, അടിയിലൊട്ടും പിടിക്കത്തില്ല. ദേ നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നിരത്തി ഒന്ന് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത് വെച്ചിട്ടുള്ളത് ശർക്കരപ്പാനിയാണ്. അത് ഒരു കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഇതൊന്ന് കുറുകി വരട്ടെ. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് കുറുകി വന്നോട്ടെ. ഒരല്പം കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അതും റെഡിയായി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വിഷുക്കട്ട ചൂടോടെ തന്നെ നമുക്ക് നല്ലൊരു ഇലയിലേക്ക് അതങ്ങ് വാഴയിലയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല മണം കിട്ടും. നമ്മുടെ ആ ഇലയുടെയും കൂടെയൊക്കെ ഒരു മണം നമ്മുടെ ഈ വിഷുക്കട്ടയിൽ വന്നിട്ട് ആ തേങ്ങാപ്പാലും ഒക്കെ വെളിച്ചെണ്ണയായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ല രീതിയിൽ നല്ല ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഇലയുടെ ഈ ഒരു ആ സ്മെല്ലും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഞാനിതപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട്
സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചില പീസുകളൊക്കെ ചെറുതായി പോയിട്ടുണ്ട്, ഭയങ്കര ഷേപ്പൊന്നും നോക്കി കട്ട് ചെയ്തില്ല. എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ വിഷുക്കട്ട തയ്യാറാക്കുന്നത്? നമുക്കത് ശർക്കരപ്പാനിയിൽ ഇങ്ങനെ മുക്കി വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ ഒഴിച്ച് കഴിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കഴിക്കുന്നതാണ്. ശർക്കര മധുരത്തിനോട് മൊത്തത്തിൽ എനിക്ക് അത്ര ടേസ്റ്റുള്ള ആളല്ല, താല്പര്യമുള്ള ആളല്ല, വിശേഷിച്ച് ശർക്കര. അതുകൊണ്ട് തന്നെ ശർക്കരപ്പാനി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.